ഹലോ, ഇതൊരു യാത്രയുടെ തുടക്കമാണ് കേട്ടോ. അപ്പം ഞാനും കുഞ്ഞും ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ യാത്രേൻ്റെ ഒടുക്കം ഇവിടെയാണ് കേട്ടോ. അപ്പം ഈ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിലുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ബാഗൊക്കെ ഇട്ട് ഞാൻ സെറ്റായിട്ടുണ്ട്. നിഗു റെഡിയായി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഓടിപ്പോകാൻ നിന്ന ആളെ ഞാൻ പിടിച്ച് വെച്ച് അങ്ങനെ ഒരു വീഡിയോ എടുത്തു. പിന്നെ എൻ്റെ 3 കിങ്സ് സെറ്റായി. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി. അപ്പം ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഇവിടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ നെന്മിനി അമ്പലത്തിൽ മണ്ണടുത്ത് പൈസ ഇട്ടിട്ടേ പോവാറുള്ളൂ. അപ്പം ഈ പ്രാവശ്യവും ആ ഒരു ഇത് മുടക്കിയില്ല, അതുപോലെ തന്നെ ചെയ്തു. അവിടുന്ന് ഇവിടുന്നൊക്കെ കാക്കേൻ്റെയും കോഴീൻ്റെയൊക്കെ വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചുറ്റും എടുത്തു നോക്കിയതാട്ടോ. അപ്പോൾ നമ്മുടെ പട്ടാമ്പി പാലാണിത്. മാക്സിമം ബ്ലോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റ് പോയതാട്ടോ. എങ്ങോട്ടേക്കാണ് ഈ യാത്ര എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെ പട്ടാമ്പി പാലം കടന്ന് പോയി. പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങൾ കണ്ണ് പതിയുമ്പോൾ അത് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആകാശം നോക്കിയേ, വെള്ളം കയറി വരുന്ന ആകാശവും താഴെ കൂരിരുട്ടും. അങ്ങനെ ആ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ ലൈറ്റും അപ്പുറത്ത് വരുന്ന വണ്ടിയുടെ ലൈറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തി കേട്ടോ. അപ്പോൾ ഒന്ന് ചായ കുടിക്കാം, ഒരു കട്ടൻ അടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയതാണേ. അപ്പം കുട്ടീസിന് ബൂസ്റ്റും ഹോർലിക്സും എന്തൊക്കെയാണ് വേണ്ടത്. എനിക്ക് കട്ടൻ കാപ്പിയും. കുഞ്ഞതാ സെറ്റായിട്ടോ, ഉറങ്ങി സെറ്റായിരിക്കുകയാണേ. അപ്പം നല്ല നല്ല ചൂട് ഉള്ളിവടയും പിന്നെ കിട്ടിയത് നമ്മുടെ ഉണ്ടയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചൂട് കട്ടൻ കാപ്പിയും. അപ്പോൾ ആ ഒരു യാത്രേൻ്റെ ഒരു റിഫ്രഷ്മെൻ്റാണ് ആ ഒരു കാപ്പിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിലമ്പൂർ കാടുകളിൽ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ കാടല്ല, നിലമ്പൂർ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അറിയാലോ, റോഡിന് ഇരുവശത്തും കാട് പോലെയാണ്. അങ്ങനെ ആ ഒരു ദൃശ്യവും ഞാൻ പകർത്താൻ വിട്ടില്ല. ഇങ്ങനെ ഭംഗിയുള്ള ദൃശ്യം എവിടെ കണ്ടാലും ഞാൻ വിടില്ല എന്നുള്ള ഉറപ്പിച്ചതാണ്. അതിനൊക്കെ തയ്യാറാക്കി ഫോണൊക്കെ ഫുൾ ചാർജ് ചെയ്ത് സെറ്റായിട്ടാണ് ഞാൻ ഈ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ആന ഉണ്ടാവുമോ കടുവ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. 3 പേരും പുറകുന്ന് ഇപ്പം വരും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് പേടിയുണ്ട്, എന്നാൽ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഒരവസ്ഥ. അങ്ങനെ എന്തായാലും വഴിക്കടവ് നിന്നാണ് ഭക്ഷണം കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. അപ്പം അവിടെ എത്തുന്നവരെ വിശപ്പ് സഹിച്ചേ പറ്റുന്നു. പക്ഷേ സമയമാവുന്നുള്ളൂ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് സമയമാവുന്നേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പൊറോട്ട വന്നിട്ടുണ്ട്. എല്ലാവർക്കും പൊറോട്ട മതി എന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ടയും ചെറുപയറ് കറിയാണ് കേട്ടോ കിട്ടിയതൊരു കുഞ്ഞു ഹോട്ടലാണ്. അപ്പം പൊറോട്ടയും കറിയും കിട്ടി, അതും കഴിച്ച് പിന്നെയും മുന്നോട്ടേക്ക്. അങ്ങനെ നമ്മുടെ നാട് കാണി ചുരം വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ എങ്ങോട്ടേക്കാണ് യാത്ര എന്നുള്ള ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാട് കാണിയുടെ ഭംഗിയൊക്കെ പറ്റുന്ന പോലെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നോക്കി എന്ത് ഭംഗിയല്ലേ. ആ ഒരു മഞ്ഞു മൂടിയ മലനിരകളും നീല നിറത്തിലുള്ള ആകാശവും മരങ്ങളും വാക്കുകളൊന്നും ഒരിക്കലും വർണ്ണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയുള്ളൊരിത്. അങ്ങനെ നാടുകാണി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സ്ഥിരം കയറുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. ചിലപ്പം പോകുമ്പോഴാവും, ചിലപ്പോൾ വരുമ്പോഴാവും. അപ്പോൾ കുട്ടീസിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉള്ളതായി. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ എനിക്ക് വേണ്ടത് തപ്പിപ്പെറുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് മതി എൻ്റെതെന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. പിന്നെ ഈ ഉപ്പിലിട്ട പൈനാപ്പിളും നെല്ലിക്കയും, അപ്പം അതൊക്കെ വാങ്ങി ബാഗിൽ നിറച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഇത് തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ് കേട്ടോ ഇപ്പോഴത്തെ യാത്ര. അങ്ങനെ യാത്രയുടെ ഇടയിൽ ഇതൊക്കെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട്, കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ വളരെ യാത്രേനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് അതിനനുസരിച്ച് യാത്ര പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പക്ഷേ ഇപ്പം ഞാൻ ഓരോ യാത്രയും അത് ഈവൻ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ പോകുന്ന യാത്രയാണെങ്കിലും ഞാൻ അത് അത്രയും ആസ്വദിച്ചാണ് ഇരിക്കാറ്. അത്രയും ആസ്വദിക്കുന്നു യാത്രകൾ, ഓരോ യാത്രകളും. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്ക്. അത് അത്രമേൽ മനോഹരമായിട്ട് നമുക്ക് എഴുതി തീർക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തേക്കാൾ വലിയൊരു കവിത വേറെ ഇല്ല. അപ്പം ഇപ്പോൾ ഞാൻ അതിനുള്ളൊരു ശ്രമത്തിലാണ്. എനിക്ക് പറ്റുന്ന പോലെ മനോഹരമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ലൈഫ്, ഇനി അങ്ങോട്ടുള്ള ലൈഫ് ഞാൻ എഴുതി ചേർക്കുന്ന ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു വാക്കാണ്. ആ ഒരു എന്താ പറയുക, കവിതയിലെ ഓരോരോ ഏടുകളാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഓരോരോ യാത്രകളും. അപ്പോൾ അതേ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. നട്ടുച്ച സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ആ ചൂടോ ഒന്നും അറിയുന്നില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റ്, അതുമാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എനിക്ക് കാറിൽ പോകുമ്പോഴാണെങ്കിലും AC ഇട്ട് പോകാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഗ്ലാസ് താഴ്ത്തിയിട്ട് ആ ഒരു പ്രകൃതിൻ്റെ ആ ഒരു തലോടലേറ്റ് യാത്ര ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഈ യാത്രയിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഈ കാടും ഭംഗിയും, ചില സ്ഥലത്തൊക്കെ കുരങ്ങന്മാരെയും കാണാനുണ്ട് കേട്ടോ. കുട്ടീസ് അത് കാണുമ്പോൾ ആർത്ത് വിളിക്കുന്നുമുണ്ട്. അങ്ങനെ എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിലൂടെ ഒരു യാത്ര, അതാണ് ഈ ഒരു യാത്രയിലൂടെ എനിക്ക് കിട്ടിയത്. കുറേ തേയിലത്തോട്ടങ്ങൾ, നമ്മൾ കുറച്ച് അങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ അല്ലാതെ കുഞ്ഞു കുഞ്ഞു വഴിയിലൂടെയാണ് കേട്ടോ പോയത്. അപ്പം തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഒന്ന് നല്ല സെറ്റായി. അതെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി റോഡിൽ നിന്ന് ബീനാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു റോഡിലേക്ക് തിരിഞ്ഞത്. അപ്പം അങ്ങനെ നമ്മളുടെ ആ ഒരു നമ്മൾ സ്റ്റേ ചെയ്യുന്ന അങ്ങോട്ടേക്കാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കട്ടെ, ഒന്ന് സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് സ്ലോ ആക്കിയതാണ് വണ്ടി. അതെ നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ആ ഒരു റിസോർട്ടിലേക്ക് പോയത്. മനസ്സിലായിട്ട് എന്തായാലും നമ്മൾ ഈ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഞങ്ങൾ വയനാടിൻ്റെ മണ്ണിലേക്കാണ് യാത്ര ചെയ്തതെന്ന്. അതെ, വയനാട്ടിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് വയനാട് സുൽത്താൻ ബത്തേരി റോഡിൽ നിന്ന് ബീനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള നമ്മുടെ ഒരു സഞ്ജീവനി റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. സഞ്ജീവനി റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി ഞങ്ങളിപ്പോൾ ഇവിടെ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ വരുന്നത്. കാരണം നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കാനും നമുക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള സമയങ്ങൾ കിട്ടും. ഫാമിലി ആയിട്ട് അങ്ങനെ വലിയ കണ്ടില്ലേ, നമുക്ക് ഈ പോകുമ്പോൾ തന്നെ അറിയാം ടൗണിൻ്റെ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഉള്ളോട്ടേക്ക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു നാട്ടിൻ്റെ എന്താ പറയുക, ഗ്രാമത്തിൻ്റെ നമുക്ക് ഭംഗിയും ആ ഒരു സ്വസ്ഥതയൊക്കെ നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ആക്കിയത് ഈ ഒരു യാത്ര. ഇപ്പം ഞാൻ റോഡൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിലൊക്കെ നമ്മളെ ഈ ഒരു വീഡിയോ കണ്ടാൽ ഏകദേശം മനസ്സിലാവും. നമ്മളെ ഫാമിലീസൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തിങ്കളാഴ്ചയാണ് അങ്ങോട്ടേക്ക് പോയത്. ചൊവ്വാഴ്ചയാണ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു തിങ്കളാഴ്ച ഒരു ഹാഫ് ഡേ നമുക്ക് ഒന്ന് കറങ്ങാനുള്ള ടൈമില്ല. കാരണം ഞങ്ങൾ അവിടെ എത്തി ഒന്ന്
റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കിനെ വൈകുന്നേരമായി. പിന്നെ വൈകുന്നേരം ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നമുക്ക് ഡിന്നർ. ഇതാണ് കേട്ടോ നമ്മുടെ സഞ്ജീവനി റിസോർട്ട്. അപ്പം ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അവരിന്ന് ഉച്ചയ്ക്ക് വെക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കണ്ടോ, ഇതാണ് റിസോർട്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. പിന്നെ ഇതാണ് റിസോർട്ടിൻ്റെ അവിടെയുള്ള ലോണും കാര്യങ്ങളൊക്കെ കേട്ടോ. പാർക്കിംഗ് സ്പേസും ഒക്കെ ഉണ്ട്. സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.